കേന്ദ്ര ബജറ്റിന് മുന്നോടിയായുള്ള ധനമന്ത്രിമാരുടെ യോഗത്തിൽ ദീർഘകാല ആവശ്യങ്ങൾ ആവർത്തിച്ച് കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ 1000 കോടി വേണം. എയിംസ്, ശബരിപാത നിർമ്മാണം എന്നിവയും കേരളം ഉന്നയിച്ചു. മടങ്ങിവരുന്ന പ്രവാസികളുടെ ക്ഷേമത്തിന് സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടു. അംഗൻവാടി, ആശാ വർക്കർമാരുടെ വേതനം കൂട്ടണം. കശുവണ്ടി, കയർ, കൈത്തറി സംരംഭങ്ങൾക്ക് പ്രത്യേക പാക്കേജ്. മടങ്ങിവരുന്ന പ്രവാസികളുടെ ക്ഷേമത്തിന് സ്പെഷ്യൽ പാക്കേജ് വേണമെന്നും കെ.എൻ. ബാലഗോപാൽ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കാക്കനാട് അത്താണിയിൽ 1-ാം ക്ലാസ്സുകാരന്റെ സ്കൂൾ ബാഗിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. അത്താണി എളവക്കാട്ട് അബ്ദുൾ അസീസിന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടിച്ചത്. ബാഗിന് അമിത ഭാരം തോന്നി പരിശോധിച്ചപ്പോഴാണ് പാമ്പിനെ കണ്ടത്. എളമക്കര സ്വദേശി റിൻഷാദ് പാമ്പിനെ പിടികൂടി വനംവകുപ്പിന് കൈമാറി. ഇടുക്കിയിൽ വാറ്റുചാരായവുമായി KSRTC കണ്ടക്ടർ പിടിയിൽ. അടിമാലിയിൽ വെച്ചാണ് സംഭവം. കൊട്ടാരക്കര നീലേശ്വരം സ്വദേശി ചാമവിള വീട്ടിൽ ഷിജിയാണ് പിടിയിലായത്. ഡ്യൂട്ടിയിൽ പ്രവേശിക്കാനായി മൂന്നാറിലേക്ക് പോവുകയായിരുന്നു. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് ഷിജിയെ പിടികൂടിയത്. മാവേലിക്കര നഗരമധ്യത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ കടകളിലും അമേരിക്കൻ ജംഗ്ഷൻ മെൻസ്വെയർ ഷോപ്പും കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിൽ പ്രായപൂർത്തിയാകാത്ത 3 മോഷ്ടാക്കളെയാണ് മാവേലിക്കര പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 6-നാണ് അമേരിക്കൻ ജംഗ്ഷൻ മെൻസ്വെയർ ഷോപ്പിന്റെ മുൻവശത്തെ ഷട്ടറും ഗ്ലാസ് ഡോറും പൊട്ടിച്ച് അകത്ത് കയറി പണവും തുണിത്തരങ്ങളും മോഷണം നടത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ വീട്ടിലെ സ്വർണ്ണമടക്കം പരിശോധിച്ച് SIT. വീട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആഭരണങ്ങൾ ഉൾപ്പെടെയാണ് SIT പരിശോധിച്ചത്. സ്വർണത്തിന്റെ പഴക്കവും മൂല്യവും കണക്കാക്കാനാണ് പരിശോധന. ഇതിനായി ചെങ്ങന്നൂരിലെ SBI ബാങ്കിലെ സ്വർണ്ണപ്പണിക്കാരനെയും SIT എത്തിച്ചു. പരിശോധന നിലവിൽ 4 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. പരിശോധനയിൽ സ്വർണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ അവ കൂടുതൽ പരിശോധനകൾക്കായി SIT കൊണ്ടുപോയേക്കുമെന്നും സൂചനകളുണ്ട്.